പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്ത്. അമ്മുവിന്റെ പിതാവ് 3 വിദ്യാർത്ഥിനികൾക്കെതിരെ പരാതി നൽകിയിരുന്നുവെന്ന് കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തി. മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തി. അമ്മു സജീവനും മറ്റ് 3 സഹപാഠികളുമായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്നും ഇത് സംബന്ധിച്ച് അമ്മുവിന്റെ പിതാവ് പരാതി നൽകിയിരുന്നുവെന്നും കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. അതിനകത്താണ് ആക്ഷൻ എടുത്തത്. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആക്ഷൻ എടുക്കുമായിരുന്നു. 25 27 സൺഡേ ആണ് അച്ഛനൊരു ഒഫീഷ്യൽ മെയിൽ എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു ഇത് കിട്ടും, മെയിലിലേക്ക് കിട്ടും. അടുത്ത ദിവസം തന്നെ ഞാൻ രാവിലെ ഇവിടെ വന്ന് ടീച്ചേഴ്സിൻ്റെ ചെറിയൊരു മീറ്റിംഗ് കൂടി ഒരു എൻക്വയറി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടീച്ചറിനെ ചെയർമാനാക്കി. ഇങ്ങനെ അങ്ങനെ അവർ ഈ ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ കുട്ടികൾക്കൊക്കെ മെമ്മോ കൊടുത്തു. അവരെ വാദങ്ങൾ കേട്ടു. ആത്മഹത്യ ചെയ്യത്തക്ക പ്രശ്നങ്ങളൊന്നും കുട്ടികൾക്കിടയിൽ ഇല്ലായിരുന്നുവെന്ന് ക്ലാസ് ടീച്ചറിന്റെ പ്രതികരണം. വേറെ പ്രശ്നങ്ങളൊന്നും പർട്ടിക്കുലർ പറയാനൊന്നുമില്ല. ഈ കുട്ടി ചാടാൻ വേണ്ടിയുള്ള വിശ്വാസം, കാരണം ആ കുട്ടികൾ ഒതുങ്ങി പോവാണ് മറ്റുള്ള കുട്ടികൾ. ആ കുട്ടിക്ക് ഒരു ഇഷ്യൂ, കാരണം ഈ കുട്ടി ആരോടും മിണ്ടാത്തൊരു കുട്ടി. അപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തേ കൊണ്ടുപോയിട്ടുള്ളൂ. ആദ്യം മുതലേ ഇങ്ങനെ മിണ്ടാതിരുന്നതിനാട്ടെ അങ്ങനെ ഒരു കുട്ടിയാണ് ക്ലാസ്സിൽ. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പത്തനംതിട്ട പോലീസ് കോളേജിലെത്തിയ അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തി. അമ്മുവിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് പോലീസ് തീരുമാനം. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അമ്മുവിന്റെ മരണം. ക്ലാസ്സിൽ നിന്ന് വന്നയുടൻ കെട്ടിടത്തിന്റെ മുകളിൽ കയറി അമ്മു താഴേക്ക് ചാടിയെന്നാണ് ഹോസ്റ്റൽ വാർഡൻ അടക്കം മൊഴി നൽകിയത്. ജനം, പത്തനംതിട്ട.